നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. വിൽസൺ പെരേരയുമായുള്ള അഭിമുഖം ഈ ലക്കത്തിലും തുടരുന്നു. താങ്കൾ ഇത് തുറന്നു പറയുന്നത് ഇനി നാളെ ഈ CD ഇല്ലായ്മ ചെയ്യപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണോ? കേസ് അട്ടിമറിക്കാൻ? അതൊന്നുമല്ല. പോലീസിന്റെ ഭാഗമൊക്കെ വളരെ കൃത്യമായി, വളരെ ക്ലിയർ റൂട്ടാണ്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം. മെനഞ്ഞാത്ത ദിവസം എന്നെ വിളിച്ച് എൻ്റെ ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ CD വെരിഫൈ ചെയ്യുന്നതിന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി CD വെരിഫൈ ചെയ്ത് അവർ സീൽ ചെയ്ത് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം ശരിയായ ഒരു അറിവാണെങ്കിൽ ഈ CD-യോടൊപ്പം വേറെ CD-കളും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം ഇതിൻ്റെ ക്വാളിറ്റി വളരെ മികച്ചതാണെന്ന് താങ്കൾ പറഞ്ഞു. ഇതുപോലൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ ടെലിവിഷൻ രംഗത്ത് ചിത്രീകരിക്കുന്നവരാണ്. പെട്ടെന്ന് എടുക്കുന്ന ഏത് ദൃശ്യങ്ങൾക്കും ക്വാളിറ്റി കുറവ് വരും. ഇത് നിരന്തരമായി ചെയ്യുകയും പലതവണ ചെയ്ത് പരിചയം ഉള്ള സ്ഥിതിയിലായിരിക്കുകയും ചെയ്യുന്ന ഒരു ക്വാളിറ്റി അതിനുണ്ടായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നതിന്റെ അർത്ഥം. 5-6 കൊല്ലം സിനിമ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇതിന്റെ ഒരു ഫ്രെയിമിങ് ക്യാമറാമാൻ തന്നെയായിരുന്നു. ഞാൻ സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണ്. സീരിയൽ കുറേ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് കട്ടിലുമായി, ഇത് ഇടയ്ക്ക് കട്ട് ചെയ്യാനോ പിടിക്കാനോ പറ്റില്ലല്ലോ, കറക്റ്റ് എഡ്ജ് ടു എഡ്ജ് ഫ്രെയിം വെച്ചിട്ട് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ ഫ്രെയിം വരെ വെച്ചിരിക്കുകയാണ്. ഒറ്റ ക്യാമറ ഒറ്റ ഷോട്ട്. പക്ഷെ അത് എല്ലാ വിശദാംശങ്ങളും പകർത്തുന്നതിൽ എല്ലാം വിസിബിൾ ആവാൻ, മാക്രി കൃത്യമായി വിസിബിൾ ആവുന്ന രീതിയിൽ ഒരു ആംഗിളിൽ അത് ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ്, ഇതിനകത്ത് എത്ര പേരുടെ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നു എന്നുള്ളത്, ഈ കൊല്ലത്തുള്ള അണ്ടിയാപീസ് മുതലാളി ആയാലും തടിക്കച്ചവര മുതലാളി ആയാലും, ഇതിനു മുമ്പ് റുക്സാന 17 വയസ്സിന് മുമ്പ് അവിടെ ഉള്ളൊരു ആളെ ചിത്രം എടുത്തിട്ടുണ്ടായാലും, അതൊക്കെ കുറേ കാലങ്ങളായി നടന്നുകൊണ്ട പ്രോസസ്സാണ്. പരാതിപ്പെടുന്നില്ലായിരുന്നു. സജി മാത്രമാണ് പരാതിപ്പെട്ടി വന്നത്. ഇപ്പോൾ CD നിങ്ങളുടെ കയ്യിൽ കിട്ടി. ആ CD പോലീസുകാർ കണ്ടു, താങ്കളും അത് കണ്ടു എന്നിടത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നീട് എന്താണ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്? രവിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റെക്സ് ബോബി സാർ എന്നോട് പറയുന്നു, മിസ്റ്റർ വിൽസൺ, ഇത് ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ കേസ് അന്വേഷിക്കേണ്ട ചുമതല എനിക്കുള്ളതല്ല, ഞാൻ ACP ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ CD-യുമായി നോർത്ത് സ്റ്റേഷൻ സന്തോഷ് എന്ന് പറയുന്ന CA അദ്ദേഹത്തിനെ കാണണം, അവിടെ പരാതി എഴുതി കൊടുക്കണം. ആ സ്റ്റേഷൻ്റെ പരിധിയിലായിരിക്കും നടന്നിരിക്കുന്നത്. അപ്പോൾ ആ റൂട്ടിലേക്കാണ് അത് പോകേണ്ടതെന്ന് പറഞ്ഞാൽ സന്തോഷ് സാറിൻ്റെ അടുത്തേക്ക് നമ്മളെ പറഞ്ഞു വിടുന്നു. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോഴെല്ലാം വിളിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കേസ് അപ്പോൾ എടുത്തു, കാര്യങ്ങളെല്ലാം എഴുതി അപ്പം തന്നെ എടുത്തു. കാര്യങ്ങൾ വളരെ സ്പീഡായിരുന്നു. എടുത്തതിന് ശേഷം ഇതിനകത്ത് വേറെ സംഭവമുണ്ട്. ഈ സന്തോഷ് കുമാർ സാർ അവളെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഉള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. മറ്റൊന്ന് ഈ കേസിലെടുത്ത നിലപാടിന്റെ പ്രതികാരം എല്ലാം നിയമോപദേശം തേടിക്കൊണ്ടുള്ള നീക്കമാണ്. അത് ഞാൻ പറയുന്ന എല്ലാവരും ചാനലിൽ ഇത്രയും കാലം വർക്ക് ചെയ്തിരുന്ന നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ ഈ ജാമ്യത്തിലിറങ്ങി നിയമോപദേശം തേടിയതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പോകുന്ന വെറും കള്ളത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതികൾ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ മുഴുവൻ നിയമോപദേശ പ്രകാരം കേസിൽ ജയിക്കാൻ വേണ്ടി നടത്തുന്ന അത്ര മാത്രമേ ഉള്ളൂ. തെളിവുകൾ മുഴുവൻ അവർക്ക് എഗൻസ്റ്റ് ആണ്. തെളിവുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്താണ് പോലീസ് നീങ്ങുന്നത്. എന്നിട്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അവിടെ ചെന്ന് പരാതി കൊടുത്തു. പരാതി കൊടുത്തു. അപ്പം തന്നെ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് തിരിച്ചെത്തിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പരാതി കൊടുത്ത് തിരിച്ചെത്തുന്നതിന് മുമ്പ് നോർത്ത് CA സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയിരുന്നു, ACP-യുടെ അടുത്ത് എത്തിയിരുന്നു. അപ്പോഴത്തേക്ക് പറഞ്ഞു, ഇനി നിങ്ങൾക്കുള്ള സമയം നീട്ടുകയാണ്, ഒരു കാര്യം മനസ്സിലാക്കിയുള്ളൂ, CD നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ ഭയന്നു, സുഹൃത്തിൻ്റെ CD-യാണ്. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയന്നതായിട്ട് തന്നെ അഭിനയിക്കണം. ഞാനൊരു 70 ലക്ഷം രൂപ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിട്ടുണ്ട്, ബാക്കി ഒരു 30 ലക്ഷം രൂപ വേണം. അതിന് ഞാൻ കുറേ സ്വർണ്ണം എൻ്റെ സുഹൃത്തുക്കളോട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ സ്വർണം വിറ്റാൽ ഏകദേശം 10-32 ലക്ഷം രൂപ കിട്ടണം എന്നാണ് കണക്ക്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ 1 കോടി രൂപ ഞാൻ ഇപ്പം തരുമെന്നും ഈ 3 കോടി ഞാൻ ഒരിക്കലും തരാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നും രണ്ടാമത്തെ ഷെഡ്യൂളായിട്ട് അടുത്ത 1 കോടി രൂപ കൊടുക്കുമെന്നും ആ 1 കോടി കൊടുക്കുമ്പോൾ എൻ്റെ മാസ്റ്റർ CD-യും ഈ കാര്യങ്ങളും എല്ലാമായി തിരിച്ചു തരണമെന്നുള്ളൊരു എഗ്രിമെൻറ്റിലേക്ക് സംസാരിക്കാൻ പോലീസ് പറഞ്ഞു തന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കാനായിട്ട് ഒരു അടുത്ത ദിവസം 10 മണി സമയം തന്നിരിക്കുക. വീണ്ടും സമയം നീട്ടി, CD കാണാൻ സമയം തന്നു. അങ്ങനെ അപ്പോൾ അടുത്ത ഒരു ദിവസമാണ് നീണ്ടു. അപ്പോഴത്തേക്ക് 7-ം തീയതി തുടങ്ങിയതാ, 8-ം തീയതി ആയി. അപ്പോൾ അല്ല, ഈ നിങ്ങൾ അങ്ങോട്ട് വിളിക്കുകയാണോ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്? അല്ല, ഈ ഫോൺ സമയങ്ങളിൽ സാറ് പറയുന്നതനുസരിച്ച് CD കൊണ്ടുവന്നത് നമ്മൾ അങ്ങോട്ട് വിളിച്ചു. പിന്നെ പൈസ തരാമെന്നുള്ളത് പറയാൻ കാര്യം CD കണ്ട് ഭയന്നിരിക്കുന്ന നമ്മളാണല്ലോ. പിന്നെ അവൾ വിളിക്കണമെന്നില്ല, അങ്ങോട്ട് വിളിച്ചോളാൻ പറഞ്ഞു. 2 മണിക്കൂറിനുള്ളിൽ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ക്ഷമിക്കുക, ഞാൻ നിങ്ങളോട് ചൂടായി സംസാരിച്ച കാര്യങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ എൻ്റെ സുഹൃത്തിൻ്റെ CD ഉണ്ട്, അപ്പോൾ എൻ്റെ CD നിങ്ങളുടെ കയ്യിലുണ്ടെന്നറിയാം. അതുകൊണ്ട് നിങ്ങളൊരു ഉപകാരം ചെയ്യണം, നിങ്ങളൊരു കാരണവശാൽ എൻ്റെ കയ്യിൽ 3 കോടി രൂപ എടുക്കാൻ പറ്റില്ല, അതിന് 2 കോടിയായിട്ട് അതൊന്ന് കുറച്ച് തരണം. അതിൻ്റെ 1 കോടി രൂപ ഞാൻ നാളെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് എത്തിക്കാൻ പറ്റും.
പിന്നെ ബാക്കി 1 കോടി രൂപ ഷെഡ്യൂൾ പേയ്മെൻറ്റായിട്ട് തരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഷെഡ്യൂൾ പേയ്മെൻറ്റിൽ ആ പേയ്മെൻറ്റ് രണ്ടാമത്തെ പേയ്മെൻറ്റ് തരുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ CD-കൾ രണ്ടും അതിൻ്റെ മാസ്റ്റർ CD-യും ആയിട്ട് തിരിച്ച് തരാമെന്നുള്ള എഗ്രിമെൻറ്റ് അവർ ഏറ്റു. വെറും ഒരു ഫോണിൽ കൂടെ 2 കോടി രൂപ ബിസിനസ് ഉറപ്പിച്ച് കഴിയുകയാണ് കാര്യം. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ വെച്ച് തരും, എവിടെ, അത് ഞങ്ങൾ കാലക്രമേണ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴേക്കും പിന്നെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ജോലി ഇന്നത്തേക്ക് കഴിഞ്ഞില്ല, കുറച്ചുകൂടി ഈ വെന്യൂടെ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് നാളെ രാവിലെ 9 മണിക്ക് ഒബ്രേമ ഹാളിൽ വരാൻ പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾക്ക് സ്ഥലം അറിയാത്ത ആളാവുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ് ഞങ്ങൾക്ക് അടുത്ത അറിയാവുന്ന സ്ഥലങ്ങൾ പറഞ്ഞു. ഓക്കെ ശരി, ഫിക്സ് ചെയ്തോ, നിങ്ങൾ പൊയ്ക്കോളൂ, ഇനി രാവിലെ 8:30 മണിക്ക് ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. രാവിലെ 8:30 മണിക്ക് എത്താൻ വന്നു. പിടിക്കാൻ സമയമായപ്പോൾ ACP മാഡമായിട്ട് സാർ സംസാരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ്. അവരതുവരെ നമ്മൾ കണ്ടിട്ടുമില്ല, പിക്ചറിൽ വന്നിട്ടുമില്ല, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് രാവിലെ വന്നു. രാവിലെ വന്നപ്പോൾ നല്ലൊരു പെട്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോലീസുകാർ. അത് പെട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 10-100ഓളം പോലീസുകാരുണ്ട് അവിടെ. SI, CI, ഹെഡ് കോൺസ്റ്റബിൾമാർ, ഷാഡോ പോലീസ്, ഇതെല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഇത് കണ്ടങ്ങ് ഭയന്നു പോയി. ഇത്രയും ഘട്ടത്തിൽ നിശാന്തിനെ IPS രംഗത്ത് വന്ന അവരാണോ പിന്നീട്? ഇല്ലല്ല, ഈ സംഘത്തെ അവർ എത്തിയിട്ടില്ല. ഇപ്പം ഇതുവരെ ACP സാറ് തന്നെയാണ്. അപ്പോഴേക്ക് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങളെല്ലാം റെഡിയാണോ എന്ന് ചോദിക്കുന്ന സമയത്തേക്ക് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വരുന്നു, മാഡം വരുന്നു, വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് ACPയുടെ റൂമിനകത്തേക്ക് വളരെ ചെറുപ്പമുള്ള, ഞാൻ ആദ്യമായി കാണുന്നു, ചെറുപ്പത്തിലുള്ള വളരെ യൂത്തായിട്ട് വന്നിരുന്നിട്ട് അപ്പോഴത്തേക്ക് വീണ്ടും ഫോൺ വന്നു. അപ്പോൾ മാഡം ഇത് കേൾക്കുന്നു, എന്താണ് സംഭവം? അപ്പോൾ പറഞ്ഞത് ഈ പൈസ തരേണ്ട സ്ഥലം ഒബ്രോമ ഹാളാണെന്നും റുക്സാന എന്ന് പറഞ്ഞ പേരന്തരം പറഞ്ഞില്ല, നമ്മുടെ ഒരു കക്ഷി അവിടെ എത്തുമെന്നും ആ വരുന്ന കക്ഷിയെ നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങളെ ഒന്നും ചെയ്യില്ല, ഈ വേടിക്കാൻ വരുന്നവളെ നമ്മൾ വെട്ടിക്കൊന്നുകൊണ്ട് വേടിക്കാൻ വരുന്ന ആളിനെ വെട്ടിക്കൊല്ലുകയാണ്, കൊന്നു കളഞ്ഞിട്ട് നിങ്ങളുടെ പേരിൽ കേസെടുക്കും. ഈ കാര്യങ്ങൾ ഞാൻ എറണാകുളം പോലൊരു ജില്ലയിൽ ഇത്ര ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ എറണാകുളത്തെ പോലീസിൻ്റെ ബന്ധം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത് പറഞ്ഞതാരാണ്? ഈ റോബർട്ട് തന്നെ. റോബർട്ട് എന്ന 2 ഫോണുണ്ട്, സൂര്യക്ക് സംസാരിക്കാൻ വേറൊരു ഫോണ്, ഈ മറ്റേത് വേറൊരു ഫോണ്, 2 നമ്പർ. അപ്പോൾ നമ്മൾ ആകെ ടെൻസ്ഡായി. ഇനി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ലൂസിങ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ദൈവമേ, ഇതെല്ലാം ഇപ്പോൾ കേട്ടറിവും പ്രശ്നങ്ങളും ഒക്കെ ആണല്ലോ നമുക്ക്. അപ്പോൾ ഭയങ്കര ടെൻഷനായി. അപ്പോൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ശരി ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഈ മാഡത്തിന് മലയാളം ഇങ്ങനെ പറയുന്നുവെങ്കിലും നിശാന്തിനെ പറയുന്നുവെങ്കിലും കൃത്യമായിട്ട് അങ്ങോട്ട് നമ്മൾ ഇത്തിരി ഫ്ലുവൻ്റായിട്ട് മലയാളം പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാകും. അപ്പോൾ ചോദിച്ചു, എന്തുവാ അത് എടുക്കുന്ന കാര്യം കൊള്ളുന്ന കാര്യം പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് പൈസ വരുന്ന ആളിനെ പിടിക്കുന്നത് മാഡം റെക്സ് സാർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അപ്പോൾ അവരെ വെട്ടിക്കൊന്നിട്ട് സജിയുടെ പേര് കേസെടുക്കുമെന്ന്. അപ്പോൾ മാഡം പറഞ്ഞ് ടേക്ക് ദ റിവോൾവർ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു 10-11 റിവോൾവർ അപ്പോൾ തന്നെ മേശപ്പുറത്ത് വരുന്നു. എല്ലാം പേപ്പർ എഴുതി ഓരോരുത്തരുടെ പേരിൽ എഴുതി കറക്റ്റ് 10-11 റിവോൾവർ കയ്യിൽ വെച്ച്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ ഇവർക്ക് അഗൻസ്റ്റായിട്ട് ഒരു ആംസ് പുറത്തേക്ക് വരുന്നു എന്നുള്ള ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തു. ഇതൊക്കെ കേൾക്കുക സിനിമയിൽ മാത്രമാണ്. തോക്കെടുത്ത് കാണുന്നു, എഴുതി മാറുന്നു. ഈ ചെറുപ്പക്കാരിയായ പോലീസ് ഓഫീസറെ നമുക്കൊക്കെ ഒരു ആരാധനയാണോ ബഹുമാനമാണോ ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കണം. ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ് എഴുതി അപ്പം ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്ക് റെക്സ് ബോയ് സാറിനൊരു ടെൻഷൻ വന്നിട്ടായിരിക്കണം. അപ്പോൾ സജി പോയാൽ മതി, വേറൊരു SI സജിയുടെ കൂടെ വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സജി നിലവിളിച്ച്, ഞാൻ വിൽസൺ ഭായി എൻ്റെ കൂടെ വരണം, എന്നെ ഒരു CSI വന്നാൽ പറ്റത്തില്ല, ഞാൻ താങ്കളെയാണ് വിശ്വാസം താല്പര്യം എന്തായാലും ആ തുടക്കം തൊട്ടേ അറിയാമല്ലോ. താങ്കൾക്കൊരു ഭയം തോന്നിയോ ഇതുവരെ തോന്നാതെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടി ചെന്നുപോയി ഞാനും പെട്ടെന്നുള്ളൊരു അവസ്ഥയിൽ? എന്നിരുന്നാൽ പോലും അവർ വെട്ടും കൊല്ലും പറയുന്ന ഒരു അവസ്ഥയാണ്. ഈ സജി എന്ന് പറയുന്ന സാധനം പടക്കം കേട്ടാൽ പൊട്ടുന്ന അവസ്ഥയിൽ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ഒരവസ്ഥ. എൻ്റെ പേടി എനിക്ക് പുറത്തോട്ട് വെളിയിൽ കാണിക്കാൻ വയ്യ. അപ്പോൾ റെക്സ് ബോയ് സാർ പറഞ്ഞ അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാര്യം CD മേടിക്കാൻ വിൽസനാണ് കൂടെ പോയത്. അപ്പോൾ നിങ്ങളൊരു പോലീസുകാരനാണെന്ന് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ പറയുന്ന ആളുകൾ കേസുമായിട്ട് പോലീസുകാരെ അറിയാവുന്നവരാണ്. അപ്പോൾ എസ്കേപ്പ് ആവും. വിൽസൺ തന്നെ പോകണമാണ് ആപ്റ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് റെക്സ് ബോയ് സാർ പേടി വിറക്കിയല്ലേ നമ്മൾ. അപ്പോൾ കാർ ഓടിക്കാൻ തന്നെ എനിക്ക് കൈയും കാലം വിറക്കി. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് റെക്സ് ബോയ് സാർ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല, ഞാനാണ് ഗ്യാരണ്ടി തരുന്നതെന്ന് പറഞ്ഞു. ശരി ഓക്കെ സാറേ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. പിന്നെ വരട്ടെ എന്നുള്ള നമ്മുടെ ഒരു ആത്മവിശ്വാസം കേട്ട് ഞാൻ വണ്ടി എടുത്ത് കൂടുന്ന നേരെ ഒബ്രോമാണിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ റുക്സാന അവിടെ സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇടയ്ക്ക് വരുന്ന ആൾ ഇന്ന ആളാണെന്ന് ഫോണിൽ വിളിച്ച് പറയുകയും ചെയ്യുന്നു.
അപ്പോൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ റുക്സാന അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേരും റുക്സാനെ അറിയില്ലല്ലോ? എനിക്കറിയാം, ഞാൻ CD കണ്ടല്ലോ. CD കണ്ടല്ലോ. CDയിലെ ക്യാരക്ടറാണ് ഈ വന്ന് നിൽക്കുന്ന ആൾ. അപ്പോൾ അപ്പോൾ സാറ് ഈ പെട്ടി തന്നിട്ട് പറഞ്ഞ് ഈ പെട്ടി ഡിക്കിക്കകത്തുള്ളി വെക്കണം. ഡിക്കി വെക്കുന്നത് എന്തിനാണെന്നറിയാം വിൽസന്? അറിയത്തില്ല. ഈ റുക്സാന ഏതെങ്കിലും രീതിയിൽ ഒരു 5 മിനിറ്റ് നേരം അവിടെ നിർത്തണം, പെട്ടി തുറക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ലോക്ക് തുറക്കാൻ പറ്റാതെ. അപ്പോഴത്തേക്ക് പോലീസിന് ഓടി വന്ന് ചിലപ്പോൾ ക്യാച്ച് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടാക്കി കൊടുക്കണം, ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. ഞാൻ പറയാം, അത് ഞാൻ ചെയ്തോളാം സാറേ എന്ന് പറയും. ഇപ്പോൾ ഈ പേപ്പറാണോ കല്ലാന്നോ എന്തോന്ന് അറിഞ്ഞൂടാ, പെട്ടി നമ്മളായി തന്നു വെയിറ്റോട് കൂടി. അപ്പോൾ ഏകദേശം ഒരു കോടിയൊക്കെ വരുന്ന വെയിറ്റ് ഉണ്ട് അതിനകത്ത്. പോലീസിൻ്റെ കൃത്യമായ ജഡ്ജ്മെൻറ്റ് തന്നെന്ന് എനിക്ക് തോന്നി. സിനിമയിലായിരുന്നുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒരു തോന്നൽ പെട്ടെന്ന് ഉള്ളി വന്നു. അപ്പോൾ ഞാനിത് അവിടത്തോട്ട് വെച്ച് ലോക്ക് ചെയ്ത് അവിടെ ചെന്നപ്പോൾ റുക്സാന അവിടെ വെയിറ്റ് ചെയ്യുന്നു. റുക്സാന ഓടി വന്നിട്ട്, നിങ്ങളാണോ, പൈസ എവിടെ? അപ്പോൾ ഈ റുക്സാന ഇതിനിടയ്ക്ക് വെച്ചൊരു സീനിലേക്ക് ഫോണിൽ വന്നു. അത് നമ്മളെ ഇതിൻ്റെ ഇടയ്ക്ക് മുമ്പേ പറയേണ്ടതായിരുന്നു, വിട്ടുപോയിരുന്നു. ആയിക്കോട്ടെ. ഈ CD തരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഫോൺ വരുവാണ്. ഞാൻ റുക്സാനയാണ്, ഞാൻ ആകെ ചെയ്തിരിക്കുന്ന പാവം, രവിചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ അവിടെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരു 3 CD വന്നിരിക്കുന്നു. അതിലൊന്ന് രവിചേട്ടനുണ്ട്, ഒന്ന് സജിയുണ്ട്, പിന്നെ വേറൊരാളെ CD. ഈ 3 CD ഇതിൽ പേര് പറഞ്ഞില്ല. 3 CD കൊറിയറായിട്ട് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ കല്യാണം കഴിച്ചാണ്, എനിക്ക് കുട്ടികളുണ്ട്, എൻ്റെ കുടുംബം തകരും. എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആത്മഹത്യയല്ല, എനിക്ക് വഴിയില്ല, നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളവരല്ലേ, നിങ്ങൾ ഈ 3 കോടി രൂപ കൊടുത്ത് ഈ കേസൊന്ന് സെറ്റിൽ ചെയ്ത് തന്നുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന, സിനിമയിൽ കാണുന്ന പോലെ കരയുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് റുക്സാന എൻട്രി ആവുന്നത്. അപ്പം ഞാൻ പറയും, നമ്മൾ രണ്ടും തുല്യ ദുഃഖിതരാണ്. നിങ്ങൾ ഈ എന്നെ നിങ്ങളൊന്നിനും വിളിക്കരുത്. കാര്യം അവർ പറഞ്ഞിരിക്കുന്ന, ഇവർ പറയുന്ന റൂട്ടിൽ ഏതെങ്കിലും തെറ്റ് കാണിച്ചാൽ അപ്പോൾ ഈ CD അവിടെ പ്രദർശിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ അവരുടെ കയ്യിൽ റോബോട്ട് മാത്രമാണ്, റിമോട്ട് അവരുടെ കയ്യിലാണ് എന്ന ലെവലിൽ നമ്മളേക്ക് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആകെ ടെൻസ്ഡാണ്, ഇതിൽ ആര് സത്യം ഏത് സത്യം. അപ്പോൾ ആ റുക്സാനയാണ് ഈ വാങ്ങാനായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ ആയി. ലവള് പറഞ്ഞു വിട്ടു, ലവളെന്ന് പറയുന്നത് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ലവളെന്നായി പോകുന്നത്. റോബോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ആളാണ് റുക്സാന. റോബോട്ടിൻ്റെ കയ്യിൽ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന വേറൊരു പാവ മാത്രമാണ് റുക്സാന എന്നാണ് അതുവരെ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ ഈ കൊച്ചിനെ പാവത്തിനെ പിടിക്കുന്ന എന്തിനാണെന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഇതുമായിട്ട് മറ്റേ ആ വെട്ടിക്കൊല്ലൽ കഥയും ചേർന്ന് പോകും. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ റുക്സാനയാണ് കൊല്ലുന്നത്, സജിയെ കൊല്ലുന്നില്ല. അപ്പോൾ ഇതെല്ലാം നോക്കി ഞാൻ ദൈവം ഈ പാവം കൊച്ചിനെ ചിലപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ട്രാപ്പ് ചെയ്തായിരിക്കും, ഹോട്ടലിലുള്ളവന്മാർ ചെയ്ത് കാണാം. അപ്പൊ എന്നും നിങ്ങൾ ഹോട്ടലുകാരെ സംശയിച്ചു, ഹോട്ടലുകാരെ ചിത്രീകരിച്ച് പൈസ മേടിക്കാൻ ശ്രമിക്കുകയാണോ? മൂന്നാമതൊരാളുണ്ടായിരുന്നെങ്കിൽ ഇവരും അതുപോലെ തന്നെ രവിയും ഇരകളാണോ എന്ന് നിങ്ങൾ സംശയിക്കുന്നു. അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ റുക്സാന സാധുവായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ ഇതിനടുത്ത് ഞാൻ വന്നു. അപ്പോൾ പോലീസുകാർ എന്നോട് മുന്നാണ്ട് പറഞ്ഞു കുറച്ച് സമയം എടുക്കണം. അപ്പോൾ ഈ പോലീസുകാർ ഒബ്രോമാളിന് മുഴുവൻ മറിഞ്ഞ് നിൽക്കുന്ന ഇപ്പുറത്തെ സൈഡിലുമുണ്ട്. അവര് മഫ്തിയിൽ 10-11 പേരുടെ കയ്യിൽ തോക്കുമുണ്ട്. അപ്പോൾ എൻ്റെ പേടി ഇവളെ കൂടെ ആരെങ്കിലും വേറെ ആരെങ്കിലും കുഴപ്പക്കാരായിട്ടുള്ള ആൾ രൂപമുള്ള ആരെങ്കിലും വരുന്നുണ്ടോ ഞാൻ കാണുന്ന സ്ഥലങ്ങൾ മുഴുവൻ വെട്ടിക്കൊല്ലുന്ന അതെ ഉണ്ടാവുമോ എന്നുള്ള ഭയന്ന് നിൽക്കുക. എൻ്റെ കണ്ണ് പതർന്ന് കണ്ടപ്പോൾ ഇവിളിഞ്ഞതിന് ചുറ്റും അവൾ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇനി അവരെ നോക്കിയാൽ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ സാധ്യതയുണ്ട്. സ്ത്രീയല്ലേ, കടന്നു പിടിക്കാൻ പറ്റത്തുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു റുക്സാനയാണ് അല്ലേ, ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിൽസനാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. റുക്സാന, നിങ്ങൾ രണ്ടുപേരും ഒരേ കേസ്, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിച്ചിരിക്കാൻ സമയമില്ല, നിങ്ങളുടെ പൈസ തരൂ, ഞാൻ പോട്ടെ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ആന്ന് പെങ്ങളെ എന്ന് പറഞ്ഞു, ആന്ന് പെങ്ങളെ, നിങ്ങൾ രണ്ടുപേരും ഒരു വിഷയത്തിനകത്ത് രവിയുടെ അടുത്ത് ചെന്നു, രവിയുടെ ചിത്രം കയ്യിലുണ്ട്, അതിനുവേണ്ടി 1 കോടി രൂപ രണ്ടാമതും വീണ്ടും ഇവർ ചോദിക്കുകയാണ്. ഈ 1 കോടിയായിട്ട് വന്നു നിൽക്കുന്ന ഞങ്ങളാണ്. നിങ്ങളൊന്ന് മാനസികാവസ്ഥ മനസ്സിലാക്കുക. ഇയാളെ അതേപോലെ വിരട്ടി നിർത്തിയിരിക്കുന്നു. ഇതിൽ തുല്യ ദുഃഖിതരാണ് നമ്മൾ. അപ്പോൾ പോലീസ് പറയുന്ന പോലെ സമയം അവിടെ ഉണ്ടാക്കി കൊടുക്കുവാണ് ഞാൻ. അപ്പോൾ ഇവരവിടെ നിന്നും തരുന്നുണ്ട്. അപ്പോഴത്തേക്ക് തുല്യ ദുഃഖിതരാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കേണ്ട ആളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാറിലോട്ട്, ഞാൻ കാറിൽ കയറി, ഞാൻ പറയാം എൻ്റെ പൊന്നു പെങ്ങളെ പ്ലീസ് നിങ്ങൾ കാറിലോട്ടൊന്ന് കയറുമെന്ന് പറയാൻ ഡോറ് തുറന്ന് കാറിൽ കയറുന്നത് അവിടെ ഇരുത്തി കൈമാറ്റം ചെയ്യാൻ അല്ല, ഈ കാര്യങ്ങളൊന്ന് സംസാരിക്കണം എന്നുള്ള ലെവലിൽ പിന്നെ സമയം ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ വിഷയം. പോലീസിന്റെ കയ്യിലേക്ക് നമുക്ക് പിടിക്കാൻ പെണ്ണല്ലേ, ഇനി അവളെ പിടിച്ചെന്ന് പറയും വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പറഞ്ഞ നിയമത്തിന്റെ ഭാഗം ഒന്നും നമുക്ക് വലിയ വിവരവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു പ്ലീസ് സിസ്റ്റർ ഒന്ന് കയറാൻ പറഞ്ഞു. ഓടി പെട്ടെന്ന് മനസ്സില്ല. ഞാൻ ഡോറ് തുറന്നിറങ്ങുമ്പോഴാണ് പോലീസുകാർ എറിയുന്നത് ഇപ്പുറത്തെ സൈഡിൽ ഇവള് നിൽപ്പുണ്ടെന്ന്. പോലീസുകാരും ഇതുവരെ കണ്ടില്ല ഇവിടെ, അതുവരെ കണ്ടിരുന്നത്. വണ്ടിയുടെ മാസ്കിംഗ് ലെവലിലായിപ്പോൾ അത് എനിക്ക് തോന്നി ഇവർ വരാത്തതെന്തേ എന്നുള്ള ഒരു ടെൻഷനിലാണ് എൻ്റെ കയ്യിൽ. കുറച്ചുകൂടെ വയ്ക്കുമ്പോൾ ലാവന്മാരെ കണിച്ച് അടി വീഴുമോ, ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ.
ഡോർ തുറന്ന് ഇവൾ അകത്തോട്ട് കയറുന്ന ഡോർ തുറന്ന് ഞാൻ പുറത്തിറങ്ങുന്നുണ്ടപ്പോൾ പോലീസ് മനസ്സിലായ അടുത്ത ആളുണ്ടെന്ന് ടക്കനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പോലീസ് രണ്ട് ഡോറും തുറന്ന് നമ്മളെ വണ്ടിക്കകത്ത് വീണ് കഴിഞ്ഞു. നടുക്കോളും ഒറ്റ പോക്ക്. കാര്യം നേരെ ചെല്ലുന്നത് വൈറ്റില സ്റ്റേഷനിലാണ്. തൊട്ടടുത്ത പിടിച്ചതുകൊണ്ട് വൈറ്റില വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ മാഡം രാവിലെ അറ്റൻഷൻ അവിടെ കണ്ട ACP എടുത്ത് നേരെ വണ്ടിയായിട്ട് വൈറ്റില സ്റ്റേഷൻ. അതൊരു സർക്കിൾ ഓഫീസാണ്. ഇവരവിടെ ചേറലിരിപ്പുണ്ട്. ചെന്ന് കയറി ഇവരുടെ നേതൃത്വത്തിലാണ് പിന്നെ അന്വേഷണങ്ങൾ കൃത്യമായി. ഒരു മാഫിയയുടെ ഇരയായാണ് രവീന്ദ്രൻ മാറിയത് എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. മാറിയതെന്ന് മാത്രമല്ല, ഈ വിഷമം കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആ ടെലിഫോൺ കോൾ ഈ കേരളത്തിൽ നിങ്ങളിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് ഈ റോബർട്ട് എന്ന് പറയുന്ന വിന്ധ്യ തോമസ് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഓരോ അമ്മമാരുടെയും കണ്ണ് നിറയും. തീർച്ചയായിട്ടും ഈ ചാനലിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുന്നു, ഞാൻ ഒരു കാരണവശാലും ആരെയും ത്രട്ടൺ ചെയ്തിട്ടില്ല. ഇത് ത്രട്ടണിങ് ആണോ അതോ ഭീഷണിയാണോ കൊലവിളിയാണോ എന്നുള്ള കാര്യം കേരളത്തിലെ ജനം അത് കേട്ടറിയിപ്പിക്കാവുന്ന കൈരളിയുടെ ചുമതലയും കൂടാണ്. റുക്സാനയെ കൊണ്ടുവന്ന് പോലീസ് ചോദ്യം ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റാക്കറ്റിൻ്റെ ചുരുളഴിയുന്ന തരത്തിൽ ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി എന്നൊക്കെയാണ് പിന്നീട് മാധ്യമങ്ങളിൽ വന്നത്. അവരാകട്ടെ അതൊക്കെ നിഷേധിക്കുകയും ചെയ്യുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അവരൊട്ടേറെ പേരുടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, നേരിട്ട് അറിവ് എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതിനെക്കുറിച്ച് അറിവല്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കൂടെ ഒന്ന് എത്തിക്കോട്ടെ. ശരി. അപ്പോൾ റുക്സാനെ ഇവിടെ പിടിച്ചു കഴിഞ്ഞു. പോലീസിൻ്റെ ആദ്യത്തെ ചുമതല ആര് ക്യാമറ വെച്ചു എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം ഇവർ പോലീസിനോട് പറയുന്നു ഇത് ക്യാമറ വെച്ചത് രവിയാണെന്ന്, അല്ലെ ഹോട്ടലുകാരായിരിക്കുമെന്ന് 2 ഓപ്ഷൻ വെച്ചു കൊടുത്തു പോലീസിനെ തെറ്റിക്കാൻ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് പോലീസുകാർ പുറത്ത് വന്നിട്ട് രവി എന്ന് പറയുന്ന ആളിനെ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തിക്കണം. റുക്സാന ആദ്യം ചെയ്തതാണ് അന്തരീക്ഷത്തിലേക്ക് നിലപാടിലേക്ക് കാര്യം പോയി. പെട്ടെന്ന് നമുക്കിത് അറിയില്ല, ഓരോരുത്തരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളിലേക്കുള്ള വിഷയമാണ്. അപ്പോൾ നമ്മൾ ടെൻസ്ഡ് ആവുകയാണ്, ഇനി എന്തെങ്കിലും ആവുമോ ഇതിനകത്ത്. അപ്പോൾ പറഞ്ഞു എന്താണ് സാർ കാര്യമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അവൻ ആ കേസിലെ പ്രതിയാണ്, നിങ്ങൾ വിളിച്ച് അവന് എസ്കേപ്പ് ആവരുത്, എസ്കേപ്പ് ആയാൽ ഞങ്ങൾ വെഞ്ഞാറുമൂട് സ്റ്റേഷനിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കും. ഇവർ പറഞ്ഞതിൽ എന്തോ സത്യമുണ്ടോ എന്ന് നിങ്ങൾക്കും തോന്നിപ്പോകുന്ന തരത്തിലല്ലേ? അല്ലെങ്കിൽ വെഞ്ഞാറുമൂട് സ്റ്റേഷനിൽ നിന്ന് സജിയെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസ് നിലപാടെടുക്കത്തില്ലല്ലോ. അതെ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ വിശ്വസിക്കാനല്ലേ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയാം സാറേ അങ്ങനെ ചെയ്യരുതേ സാറേ, 2 കുടുംബങ്ങളുള്ളതാണ്, 2 കുഞ്ഞുങ്ങളുള്ളതാണ്, വളരെ റെപ്യൂട്ടഡായ ഒരു നായർ തറവാടാണ്, ഒരു അമ്മയും ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു ചെറിയ വീട്. അപ്പോൾ അതിന് ഒരു ദയാദാക്ഷിണ്യം തരണേ, ഞങ്ങൾ വിളിച്ച അയാൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സജിയോട് പറഞ്ഞു മാറ്റർ പറയണ്ട, ഞാൻ കൊല്ലത്തേക്ക് തിരിച്ചു പോവാണ്, വിൽസിന് നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് രവി കൂടെ വരാമെന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ സജി പറഞ്ഞു അങ്ങനെ വേണ്ട, പോലീസ് സ്റ്റേഷൻ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാം, അവനറിയാമല്ലോ, നമ്മൾ വേറെ പറയണ്ട. ഞാൻ പറയുമെങ്കിൽ ശരി അങ്ങനെ വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ വിളിച്ച് കഴിഞ്ഞിട്ട് മൊബൈൽ നമ്പർ കൊടുത്തു. അപ്പോൾ സാർ അവർ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മൊബൈൽ അവർ ചെക്ക് ചെയ്തപ്പോൾ വണ്ടി മൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ അവർ അത് വിട്ടു. ഒരു 4:30-5 മണിയായപ്പോഴേക്കും ചിത്രം മാറി. ഇതിനകത്തെ ക്യാരക്ടേഴ്സ് രവി അല്ല എന്നും ഇത് വിന്ധ്യ തോമസ് എന്ന് പറയുന്ന ഈ ക്രിമിനലിൻ്റെ ബുദ്ധിയിൽ ഈ പറയുന്ന റുക്സാന എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാധനമാണ്, കാണാൻ ഭയങ്കര ഫെയറാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബുദ്ധിയില്ല, ഇവളുടെ കയ്യിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു മടപ്പെണ്ണാണ്. പക്ഷേ ഇതിനെ തന്നെ ഇവൾ കൊന്നുകളയോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനത് ചാനലിലോട് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുവാണ്. അതൊരു മടയായ വിദ്യാഭ്യാസമില്ലാത്ത ഒരു പെണ്ണ്. അപ്പോൾ ഇതിന്റെ കിങ് പിൻ എന്ന് പറയുന്നത് മറ്റേ വിന്ധ്യ തോമസ്, മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്, മാസ്റ്റർ ചിപ്പ് എന്ന് പറയുന്നത് വിന്ധ്യ തോമസ് ആണ്. ഇവൾ ഏതെങ്കിലും രീതിയിൽ ഏതോ ഒരു ചാനലിൽ ഇവർ തമ്മിൽ തെറ്റുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, വിന്ധ്യ തോമസ് ഈ പെണ്ണിനെ കൊന്നുകളയോ എന്നുള്ള കാര്യം പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊരു ചോദ്യചിഹ്നം പോലെ ഞാൻ കൈരളിയുടെ മുമ്പ് ഇട്ട് തരികയാണ്. അതുപോട്ടെ, അവളും തെറ്റുകാരിയാണ്. അവൾ 16. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ബോക്സിങ്ങുമായി ബന്ധപ്പെട്ടിരുന്നു. ജില്ലാ സെക്രട്ടറി ആയി, സ്റ്റേറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നുകൊണ്ട് എല്ലാ ജില്ലകളിലും നമ്മളെ ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ആ ബന്ധത്തിലൂടെ ഇവിടെ പ്രദേശത്ത് അന്വേഷിച്ചപ്പോൾ 10, 15, 16 വയസ്സായപ്പോൾ ഈ ആക്ടിവിറ്റീസിലേക്ക് തുടങ്ങിയ ഒരു പെണ്ണാണ്. ആരാണ്? ഈ റുക്സാന. ഈ റുക്സാന ആ രീതിയിൽ പുറത്തായി. ഈ പറയുന്ന ഇപ്പോൾ പിടിച്ച ജയചന്ദ്രൻ അവളുമായിട്ടുള്ള അടുപ്പം വെച്ചുകൊണ്ട് ജയചന്ദ്രൻ്റെ വൈഫ് ഇവനെ ആയിട്ട് കളഞ്ഞിട്ട് പോവുകയാണ്. റുക്സാനയുമായിട്ടുള്ള രഹസ്യബന്ധം കൊണ്ടാണ് ജയചന്ദ്രൻ്റെ വൈഫ് ജയചന്ദ്രനെ ഡിവോഴ്സ് ചെയ്ത് പോകുന്നത്. ഇത് താങ്കൾ അന്വേഷണത്തിൽ അറിഞ്ഞ നമ്മുടെ സോഴ്സ് അനുസരിച്ച്. അപ്പോൾ ഇവരെ ചുറ്റുമൊക്കെ നമ്മൾ അറിയുന്ന ആളുകളെ ഉള്ളൂ. അടുത്ത സംഭവം അറിയുന്നതെന്ന് പറയുന്നത് ഈ വിന്ധ്യ തോമസിൻ്റെ അമ്മ ഒരു നാടക നടിയാണ്. ഈ നാടക നടിയുടെ, അതായത് ഈ വിന്ധ്യ തോമസിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അതാണോ എന്ന് എനിക്കറിയില്ല, ഒരു മുസ്ലിമായിരുന്നു ഇവർ കല്യാണം കഴിച്ചത്. അയാൾ എങ്ങനെയോ മരിച്ചു. അതിനൊരു സുഖമില്ലാത്തൊരു സംഭവമാണ്. മരിച്ചത് വ്യക്തമല്ല, അവിടെ എങ്ങനെയോ മരിച്ചിരിക്കുന്നു. അതിലുള്ള കുട്ടിയാണ് ഇവൾ. ഈ കുട്ടി അവിടുത്തെ അത്യാവശ്യം ഒരു കാണാൻ ഫെയർ ആയതുകൊണ്ട് അവിടുത്തെ അത്യാവശ്യം ബിസിനസ്സുള്ള ഒരു ഫൈനാൻസൊക്കെ നടത്തുന്ന ആലപ്പുഴയിലൊരു വലിയ വീട്ടിലേക്ക് പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി.
ഒരാഴ്ച കണ്ട ഇവളുമായി താമസിച്ചുള്ളൂ. അയാളിത് കളഞ്ഞിട്ട് പോവുക, എന്താ മാറ്റർ പോലും പറഞ്ഞില്ല, തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഈ പെണ്ണിൻ്റെ പിന്നെ ഹിസ്റ്ററി നമ്മൾ അറിയുന്നത് മുഴുവൻ ഇങ്ങനെ ഈ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക്. അവിടെ ചേർത്തലയിൽ തന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ 2.5 ലക്ഷം രൂപ ചീറ്റ് ചെയ്തവരുണ്ട്, പലർക്കും പെറ്റീഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇവർ പിന്നെ ഇവളവിടെ അടുത്തൊരു വീടുമായി അടുത്ത ബന്ധമുള്ളവരുടെ ഭാഗത്ത് നമ്മൾ കൃത്യമായി അറിഞ്ഞതാണ്. പക്ഷെ അവർ പറയുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ പണം വിവിധ വ്യവസായികൾക്ക് കടം കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് നടത്തിയിരുന്നത്. അതിൽ പലരും എന്നതുപോലെ ഇവരും പങ്കാളികളായിരുന്നു, ഈ സജിയും രവിയും ഒക്കെ പങ്കാളികളായിരുന്നു. എന്തോ തരത്തിലുള്ള തർക്കത്താൽ രവി കൊല്ലുകയാണ് രവിയെ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ഞാനൊന്ന് പറയാനായിട്ട് ഒരു വ്യക്തമായ തെളിവ് അല്ലെങ്കിൽ വ്യക്തമായ രൂപരേഖ ഒരു മുമ്പിൽ വേണം. ഇവർ പറയുന്ന ഒരു കാര്യത്തിനും അടിസ്ഥാനപരമായ രേഖയോ സത്യസന്ധതയോ ഇല്ല എന്നുള്ളത് ഞാൻ ചലഞ്ച് ചെയ്യാണ്. അപ്പൊ താങ്കൾ പറയുന്നത് എന്താണ്? അവര് കേസ് വഴിതിരിച്ചു വിടാൻ വേണ്ടി വഴിതിരിച്ചു വിടാനും ഈ ജാമ്യം കിട്ടിയതിന് ശേഷം കൃത്യമായ നിയമോപദേശം തേടിയതിന് ശേഷം മാത്രമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഇത്രയും അടങ്ങുന്ന 100 പേരോളം അടങ്ങുന്ന ഒരു കേസ് അന്വേഷിക്കുന്ന കേസ് ഇവളെ റേപ്പ് ചെയ്തു എന്ന് പറയാൻ ചങ്കൂറ്റം എവിടെ നിന്നുണ്ടാവുന്നു? ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പുകമറ സൃഷ്ടിക്കാനേ പറ്റും. പക്ഷെ പോലീസിന്റെ കയ്യിൽ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം നന്ദി. നമസ്കാരം. നമസ്കാരം.